ഗൈസ്, പാർലറിലൊന്നും പോയി ത്രെഡ് ചെയ്യാണ്ട് എന്നാൽ ത്രെഡ് ചെയ്തു പോകുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പിരകം സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് കുറച്ച് പേർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ അറിയുന്നവരുമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ദേ ഇതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതാണ് ഞാൻ ചെയ്യുന്ന ആ ഉടായ്പ വഴി. ഗൈസ്, ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു വർഷമായി, ഇതുവരെ ഞാൻ പാർലറിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിതിനായിട്ട് ആകെ രണ്ട് സാധനം ആവശ്യമുള്ളൂ. ഒന്ന് നമ്മുടെ ഐബ്രോ പെൻസിലും പിന്നെ ഒരു ചെറിയ ബ്രഷും. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഐബ്രോ പെൻസിലിൻ്റെ ടോപ്പിൽ ഇപ്പം ഇതുപോലെ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ ഐബ്രോ പെൻസിൽ നല്ല ഷാർപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് വരച്ചെടുക്കാനും പറ്റും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതും നമ്മുടെ പിരുകത്തിൽ വരുന്ന മാർക്കും വേറെ ആയിട്ട് മാറും. ഇനി നമ്മുടെ വരയ്ക്കാനുള്ള കഴിവൊക്കെ പുറത്തെടുത്തിട്ട് നല്ല സിമ്പിളായിട്ട് ഒറ്റ ഒരു ലൈൻ മേളിലൊന്ന് വരച്ചു കൊടുക്കുക. ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. കുത്തിപ്പിടിച്ച് അങ്ങ് വരയ്ക്കരുത്. അവിടെ അങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ പാട് വരും. അങ്ങനെ അറിയരുത്, നാട്ടുകാരറിയരുത് നമ്മൾ വരച്ചു വെച്ചിരിക്കുകയാണെന്ന്. അപ്പം ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ബ്ലാക്കിനെക്കാട്ടിലും. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ളത് പെട്ടെന്ന് ഫീൽ ചെയ്യും, അറിയാൻ പറ്റും. ബ്രൗൺ ആണെങ്കിൽ കുഴപ്പമില്ല. ബ്രൗൺ ആണെങ്കിൽ ലൈറ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ അറിയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ദേ മേളിലൊരു ലൈൻ വരച്ചു. പിന്നെ അതേ താഴെ എൻ്റെ വാല് പോലെ ഇരുന്നേ. ഇപ്പം അവിടെ ഒരു ഇത്തിരി ഹെയർ ഉള്ള പോലെ തോന്നുന്നില്ലേ? അപ്പം ദേ ഇല്ലാത്ത ഭാഗത്താണ് ഞാൻ വരച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ അത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ താഴേന്ന് ദേ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മേൽഭാഗത്തേക്ക് വരച്ചിട്ട് നശിപ്പിക്കരുത്. ആ ഭാഗത്ത് നമുക്ക് വരയ്ക്കാതിരിക്കുന്നതാണ് ഭംഗി. അതായത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിരുകത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്തുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വരയ്ക്കരുത്. പിന്നെ പിരുകത്തിൻ്റെ ആ കണ്ണിൻ്റെ നേരെ മേൽഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയും വരയ്ക്കരുത് കേട്ടോ. അവിടെ വരച്ചു കഴിഞ്ഞാലും ഭയങ്കര ഡാർക്കായിട്ട് പോകും. നമുക്ക് ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, ഹെയർ ഇല്ലാത്ത ഭാഗത്തൊക്കെ ചെറിയ കായ്കളും പൂക്കളും വെച്ച് ഫില്ല് ചെയ്യാന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ രീതിയിൽ ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഇനിയാണ് നമുക്ക് നമ്മുടെ ബ്രഷിൻ്റെ ആവശ്യം കേട്ടോ. നേരെ മേളിലേക്ക് ചീകി കൊടുക്കുക. അതായത് നമ്മുടെ പിരുകം തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നേരെ മേളിലേക്ക് ചീകി കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ബ്രഷ് എനിക്ക് സെറ്റ് ആവുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മേളിലേക്ക് ചീകി കൊടുക്കുക. പിന്നെ ദേ ഈ ഒരു സൈഡിലേക്ക് ചീകി കൊടുക്കുക. നമ്മുടെ ഐബ്രോസിൻ്റെ ഹെയർ എങ്ങോട്ടാണോ നിൽക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ചീകി അങ്ങോട്ട് കൊടുക്കുക. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം അത് സെറ്റായില്ലേ? നമ്മൾ ഒത്തിരി ഡാർക്കായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തറിയും. ഇതുപോലെ ലൈറ്റായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ട് നമ്മുടെ ഒരു ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം 2 ഐബ്രോയും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആൾക്കാരെ പറ്റിക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.